അർദ്ധരാത്രിയോടടുത്തപ്പോഴാണ് ക്ലെയർ ഒരു പഴയ ലോഡ്ജ് കണ്ടെത്തിയത്. മഴ ശക്തമായിരുന്നു, തണുത്ത കാറ്റുമുണ്ടായിരുന്നു. അവളുടെ കാർ വളരെ ദൂരെയായി തകർന്നിരുന്നു. അവൾ മണിക്കൂറുകളോളം നനഞ്ഞും ക്ഷീണിതയുമായി നടന്നു. ലോഡ്ജ് വളരെ പഴയതായി കാണപ്പെട്ടു. മരത്തിൻ്റെ ചുവടുകൾ കാറ്റിൽ കിതച്ചു. ചില ലൈറ്റുകൾ കത്തിയിരുന്നു, പക്ഷേ അവ മങ്ങിയതായിരുന്നു. ക്ലെയർ വാതിലിൽ മുട്ടി. വിളറിയ ഒരു മനുഷ്യൻ അത് തുറന്നു. അവൻ്റെ മുഖം ക്ഷീണിതനും വിചിത്രനുമായി തോന്നി. റൂം 6, അയാൾ പറഞ്ഞു. ഒരു പഴകിയ താക്കോൽ അവൾക്ക് നൽകി. രാത്രിയിൽ നടക്കരുത്. അവൻ്റെ ശബ്ദം നിശബ്ദമായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. ഇടനാഴി നീളവും ഇരുണ്ടതുമായിരുന്നു. ലൈറ്റുകൾ മിന്നിമറഞ്ഞു. ചുവരുകളിൽ നിന്ന് പെയിന്റ് അടർന്നു വീഴുകയായിരുന്നു. ഇരുവശത്തും പഴയ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. പെയിന്റിങ്ങുകളിലെ ആളുകൾ തന്നെ നിരീക്ഷിക്കുന്നതായി ക്ലെയറിന് തോന്നി. മുറി 6 ഹാളിന്റെ അറ്റത്തായിരുന്നു. വാതിൽ തുറക്കാൻ പ്രയാസമായിരുന്നു. അകത്ത് മുറി ചെറുതായിരുന്നു. പൊടിയുടെ ഗന്ധമുണ്ടായിരുന്നു. കിടക്ക വൃത്തിയായി കാണപ്പെട്ടു, പക്ഷേ ഷീറ്റുകൾ വളരെ പഴയതായി കാണപ്പെട്ടു. ക്ലെയറ തൻ്റെ ബാഗ് താഴെയിട്ട് കണ്ണാടിയിൽ നോക്കി. അപ്പോഴാണ് ഗ്ലാസിൽ പിന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് അവൾ കണ്ടത്. ആ സ്ത്രീ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. അവളുടെ കണ്ണുകൾ കാണാനില്ലായിരുന്നു. ക്ലെയറ പെട്ടെന്ന് തിരിഞ്ഞു. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. മുറിയിലെ ലൈറ്റുകൾ വീണ്ടും മിന്നിമറഞ്ഞു. എവിടെ നിന്നോ ഒരു മൃദുലമായ മന്ത്രിപ്പ് ഉയർന്നു. എന്നെ സഹായിക്കൂ! ക്ലെയർ വാതിലിൽ പിടിച്ചു, പക്ഷെ അത് തുറന്നില്ല. അവൾ കൈകൾ കൊണ്ട് അതിൽ അടിച്ചു, പക്ഷേ അത് അനങ്ങിയില്ല. അവൾ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു. പ്രേതം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ക്ലെയറിന് വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞില്ല. പതുക്കെ ക്ലെയറ കൈ നീട്ടി കണ്ണാടിയിൽ തൊട്ടു. പ്രേതം അതുതന്നെ ചെയ്തു. അവളുടെ വിരലുകൾ ഗ്ലാസിൽ ഏതാണ്ട് കൂട്ടിമുട്ടി. പെട്ടെന്ന് കണ്ണാടിയിൽ നിന്ന് ഒരു മൃദുവായ വെളുത്ത വെളിച്ചം വന്നു. അത് മുറി മുഴുവനും നിറഞ്ഞു. പ്രേതം മങ്ങാൻ തുടങ്ങി. അവൾ ഇപ്പോൾ ശാന്തയായി കാണപ്പെട്ടു. ഒരു ശാന്തമായ ശബ്ദം മന്ത്രിച്ചു, നീ അവളെപ്പോലെയാണ്. വാതിൽ തനിയെ തുറന്നു. പിറ്റേന്ന് രാവിലെ മഴ നിലച്ചിരുന്നു. സൂര്യൻ ഉദിച്ചുയരാൻ തുടങ്ങി. ക്ലെയറ പുറത്തേക്കിറങ്ങി. 6-ാം മുറിയുടെ ജനാലയിലൂടെ മുകളിലേക്ക് നോക്കി. പ്രേതം വീണ്ടും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവൾ പുഞ്ചിരിക്കുകയായിരുന്നു. ക്ലെയർ അടുത്തേക്ക് നോക്കി. പ്രേതം സന്തോഷവതിയായി കാണപ്പെട്ടില്ല. ക്ലെയറിന് അറിയുന്നതുപോലെ അവൾ കാണപ്പെട്ടു. ദയയുള്ള മുഖമുള്ള ഒരാളെ പ്രേതം കാത്തിരിക്കുകയായിരുന്നു. അമ്മയെ ഓർമ്മിപ്പിച്ച ആരോ. ക്ലെയറിൻ്റെ മുഖം അവളെ സ്നേഹം ഓർമ്മിപ്പിക്കാൻ സഹായിച്ചു. ക്ലെയറ ലോഡ്ജിൽ നിന്ന് നടന്നു പോകുമ്പോൾ നീ അവളെപ്പോലെയാണ് എന്ന മന്ത്രണം അവൾ ഓർത്തു. ഒരുപക്ഷെ പ്രേതം അവൾ സമാധാനം കണ്ടെത്തി. ക്ലെയറ അവളെ പോകാൻ സഹായിച്ചു. ഇത്രയും കാലം അടച്ചിട്ടിരുന്ന വാതിൽ ഒടുവിൽ തുറന്നു. പ്രേതം സന്തോഷത്തോടെ മാഞ്ഞുപോയി. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനുണ്ടാക്കിയ ഒരു കൊച്ചു സ്റ്റോറിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ. താങ്ക് യു.